ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി ഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാതുഭുവനം പുണ്യ രാമായണ മഹാനദി. രാമായണത്തെ ഒരു മഹാനദിയായിട്ട് വർണ്ണിക്കുകയാണ്. ഈ നദി ഉത്ഭവിക്കുന്നത്, എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് പർവ്വതങ്ങളിൽ നിന്നാണ്, മലനിരകളിൽ നിന്നാണ്. എല്ലാ നദികളും ചെന്ന് അവസാനിക്കുന്നത് സാഗരത്തിലുമാണ്, സമുദ്രത്തിലുമാണ്. അപ്പോൾ രാമായണമാകുന്ന മഹാനദി ഉത്ഭവിക്കുന്നത് ഏത് പർവ്വതത്തിൽ നിന്നായിരിക്കും? ഏത് മഹാസാഗരത്തിലാണ് ഈ മഹാനദി ചെന്ന് ലയിക്കുന്നത്? ഈ ശ്ലോകം വളരെ അലങ്കാരിക ഭംഗിയോടെ നമുക്ക് പറഞ്ഞു തരുന്നു. വാൽമീകി ഗിരിസംഭൂത, വാൽമീകിയാകുന്ന പർവ്വതം, ഗിരിമ കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട്, വലുപ്പം കൊണ്ട് വാൽമീകി ഒരു ഗിരിയാണ്, പർവ്വതം. ആ വാൽമീകിയാകുന്ന പർവ്വതത്തിൽ നിന്നാണ് രാമായണമാകുന്ന മഹാനദിയുടെ, ആ കാവ്യനദിയുടെ ഉത്ഭവം. അതാകട്ടെ രാമപാദം ചേരുകയാണ് ചെയ്യുന്നത്, രാമനിലാണ് ചെന്ന് ലയിക്കുന്നത്, രാമനിലേക്ക് എത്തിച്ചേരുക. രാമായണം എന്ന വാക്കിന് രാമസ്യ അയനം എന്ന് പ്രചരിതമായിട്ടുള്ള പ്രശസ്തമായ അർത്ഥമുണ്ടെങ്കിലും രാമായതേ അനേന ഇതി രാമായണം എന്നൊരർത്ഥം കൂടിയുണ്ട് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് വെച്ചാൽ രാമന്റെ ജീവിതയാത്ര എന്ന് നമ്മൾ പറയുന്ന സാമാന്യമായ അർത്ഥത്തിനപ്പുറം രാമനിലേക്കുള്ള യാത്രയാണ് രാമായണം. അനുസന്ധാനം ചെയ്യുന്നയാള്, പാരായണം ചെയ്യുന്നയാള്, പഠനം ചെയ്യുന്നയാള്, വായിക്കുന്നയാള് രാമനിലേക്ക് യാത്ര ചെയ്യും, രാമനിൽ ചെന്നെത്തുന്നു. രാമായതേ അനേന ഇതി രാമായണം. അപ്പോൾ ഈ മഹാസാഗരത്തിലാണ്, രാമൻ എന്ന മഹാസാഗരത്തിലാണ് രാമായണം എന്ന മഹാനദി ചെന്നെത്തുന്നത്. വാൽമീകി ഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാതുഭുവനം പുണ്യ. എങ്ങനെയാണ് ഇത് ഒഴുകുന്നത്? ഇത് സഞ്ചരിക്കുന്ന ലോകത്തെ മുഴുവൻ പുണ്യവൽക്കരിച്ചുകൊണ്ടാണ്, പുണ്യം പ്രദാനം ചെയ്തുകൊണ്ടാണ്. സഞ്ചരിക്കുന്നിടത്തെല്ലാം ആ പുണ്യനദിയുടെ സ്പർശം ഏറ്റുവാങ്ങുന്നിടത്തെ എല്ലാം പരിഭൂതമാക്കിക്കൊണ്ടാണ് ആ നദി ഒഴുകുന്നത്, രാമായണമാകുന്ന നദി ഒഴുകുന്നത് എന്ന് ഓർമ്മിക്കുന്നു. എങ്ങനെയാണ് ഈ രാമായണത്തിന് അതിന്റെ സ്പർശമേൽക്കുന്ന എല്ലായിടത്തെയും, ലോകത്തെ മുഴുവനും, മനുഷ്യരെ മുഴുവനും പുണ്യവത്താക്കാൻ കഴിയുന്നത്? വാസ്തവത്തിൽ ആലാപനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് എന്നർത്ഥമുള്ള ഗായത്രി മന്ത്രം, മന്ത്രങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ഗായത്രി മന്ത്രം ഉണ്ടല്ലോ, ആ ഗായത്രി മന്ത്രത്തിന്റെ ബഹുവിസ്തൃത രൂപമാണ് വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തില് 24,000 ശ്ലോകങ്ങളാണുള്ളത് എന്ന് നമുക്കറിയാം. ആ 24,000 ശ്ലോകങ്ങളെയും ഓരോ 1000 ശ്ലോകങ്ങൾ വീതമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുക. അപ്പോൾ 24 ഗ്രൂപ്പ് കിട്ടും. ആ ഓരോ 1000 ശ്ലോകമുള്ള ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യത്തെ ഓരോ ശ്ലോകം എടുക്കും. അപ്പോൾ ആകെ 24 ശ്ലോകം കിട്ടും. ഈ 24 ശ്ലോകങ്ങളെ ചേർത്ത് വായിക്കുന്നതിന് ഗായത്രി രാമായണം എന്നാണ് പറയുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ 24 ശ്ലോകങ്ങളുണ്ടല്ലോ രാമായണത്തിലെ, വാൽമീകി രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളിൽ ഓരോ 1000 ശ്ലോകങ്ങളുടെയും ആദ്യ ശ്ലോകമായിട്ടുള്ള 24 ശ്ലോകങ്ങൾ, ഈ 24 ശ്ലോകങ്ങളുടെയും ആദ്യ അക്ഷരങ്ങൾ എടുത്ത് ചേർത്ത് വെച്ചാൽ 24 അക്ഷരങ്ങൾ കിട്ടും. അത് 24 അക്ഷരമുള്ള ഗായത്രി മന്ത്രമാണ്. ഗായത്രി മന്ത്രത്തെ വളരെ ഭംഗിയായിട്ട് വിന്യസിച്ചിരിക്കുകയാണ് വാൽമീകി രാമായണത്തിൽ. അപ്പോൾ ഗായത്രി മന്ത്രത്തിന്റെ വിസ്തൃത രൂപം കൂടിയാണ് വാൽമീകി രാമായണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രാമായണം വേദത്തിന് അധികാരിയല്ലാത്ത സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായിട്ടുള്ള പുണ്യഗ്രന്ഥമാണ് എന്നർത്ഥം. ആ രാമായണമാകുന്ന മഹാനദിയിൽ മുങ്ങി കുളിക്കാൻ, അങ്ങനെ ജീവിതത്തിന്റെ പരമലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ.
ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.